ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ സ്പീക്കർ പദവി ലക്ഷ്യമിട്ട് ജെഡിയുവും തെലുഗുദേശം പാർട്ടിയും ബി.ജെ.പി. നേതൃത്വത്തെ ഇക്കാര്യം അനൗദ്യോഗികമായി അറിയിച്ചതായി വിവരം. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ശിവസേന വിഭാഗത്തെ ഒന്നിപ്പിക്കാൻ RSS നീക്കം തുടങ്ങി. അതിനിടെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ ഇന്ത്യ മുന്നണി നീക്കവും ആരംഭിച്ചു. ശരത് പവാറിൻ്റെ പേര് പരിഗണിക്കുന്നതായി വിവരം. ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ ചേരുന്നു. രാധാകൃഷ്ണ, തിരക്കിട്ട നീക്കങ്ങളാണോ ഡൽഹി നടക്കുന്നത്? വിവരങ്ങൾ. എസ്കെൻ, ഈ നമ്മുടെ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വാർത്തകൾ ഇങ്ങനെ കുത്തിയൊലിച്ച് വരുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ ഉള്ളത്. ഈ കനത്ത ചൂടിനിടയിൽ ഈ വാർത്തകളുടെ ഒഴുക്കാണ് ഒരുപക്ഷെ ഡൽഹിയിലുള്ളത്. അത് ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിലും അങ്ങനെ, NDAയുടെ കാര്യത്തിലും അങ്ങനെ, ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നീക്കങ്ങളുമായി അവരും ആ വിധത്തിൽ നിറയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. NDAയുടെ യോഗം ചേരുന്നത് 4 മണിക്കാണ്. ഇന്ത്യ മുന്നണിയുടെ യോഗം ചേരുന്നത് വൈകിട്ട് 6 മണിക്കാണ്. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും യോഗത്തിന് വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഉച്ചയോടുകൂടി എല്ലാവരും എത്തിച്ചേരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് NDAയുടെ ഭാഗത്ത് നിന്ന് വിശ്വസിക്കാൻ പറ്റുന്നത് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറുമാണ്. നിതീഷ് കുമാർ ഡൽഹിയിലേക്ക് എത്തുന്നത് അദ്ദേഹത്തോടൊപ്പമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ എംപിമാരുമായിട്ടാണ്. ചന്ദ്രബാബു നായിഡു ഏതാണ്ട് 12 മണിക്കായിരിക്കും എത്തുകയെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഇവർ ഡൽഹിയിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ ഈ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ വേഗത്തിലാക്കാൻ സാധിക്കുമെന്നാണ് BJP കരുതുന്നത്. BJP ഇതിന് മുന്നോടിയായിട്ട് സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അതിനിടയിൽ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാനത്തെ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. 11 മണിക്ക് ആ യോഗം ചേരും. ആ യോഗത്തിൽ സർക്കാരിൻ്റെ ഭാഗമായിരുന്ന മന്ത്രിമാർക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉപസംഹാര പ്രസംഗം നടത്തും. അതിനുശേഷം രാജി സമർപ്പിക്കാനായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. രാഷ്ട്രപതിയെ ഇന്ന് തന്നെ കാണാനും രാജിക്കത്ത് കൈമാറാനുമായിരിക്കും നീക്കം നടക്കുക. അതിനുശേഷം NDA യോഗം ചേരും. യോഗത്തിൽ ഈ കത്തുകൾ കൈമാറണമെന്ന്, പിന്തുണ കത്തുകൾ കൈമാറണമെന്ന് ഘടകകക്ഷികളോട് BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കത്തുകൾ ഈ NDA യോഗത്തിൻ്റെ പരിഗണനയ്ക്ക് വയ്ക്കുകയും സർക്കാർ രൂപീകരണ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും എന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അതിനുശേഷം രാഷ്ട്രപതിയെ കാണാനായി ഈ ഘടകകക്ഷി നേതാക്കൾക്കൊപ്പം പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. വളരെ തിരക്കിട്ട നീക്കങ്ങളാണ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് NDAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മറുവശത്ത് ഇന്ത്യ മുന്നണിയാകട്ടെ അവരുടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇന്ത്യ മുന്നണി ചെയർമാനെ തെരഞ്ഞെടുക്കാനായിട്ട് പലതവണ ശ്രമിച്ചിരുന്നെങ്കിലും അന്ന് ഒന്നും ഇതിന് സാധിച്ചിരുന്നില്ല. നിതീഷ് കുമാറിൻ്റെ പേര് അന്ന് ഉയർന്നു വന്നിരുന്നെങ്കിലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ് കൊണ്ട് ആ ഘട്ടത്തിൽ അതിന് സാധിച്ചിരുന്നില്ല. പക്ഷേ ഇനി ഒരു ചെയർമാൻ വേണം എന്നൊരു തീരുമാനത്തിലാണ് ഇന്ത്യ മുന്നണി ഉള്ളത്. കാരണം ശരത് പവാറാണ് ഇന്നലെ അനൗദ്യോഗികമായിട്ട് ഈ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് ഈ ഘടകകക്ഷി നേതാക്കന്മാരുമായിട്ട്, BJPയുടെ ഘടകകക്ഷികളായിട്ടുള്ള, NDAയുടെ ഘടകകക്ഷികളായിട്ടുള്ള നേതാക്കന്മാരോട് പോലും സംസാരിക്കുന്നത് ശരത് പവാറാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ശരത് പവാറിൻ്റെ പേര് ആ പോസ്റ്റിലേക്ക്, ചെയർമാൻ പോസ്റ്റിലേക്ക് എമർജ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഒരുപക്ഷെ സോണിയാഗാന്ധിയുടെ പേരും മുൻപ് പരിഗണിച്ചിരുന്നതാണ്. സോണിയാഗാന്ധി താല്പര്യമില്ലെന്ന് അറിയിച്ചിരുന്നതുമാണ്. ഏറ്റവും അന്തിമമായിട്ടുള്ള ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ സോണിയാഗാന്ധിയുടെ പേരും വരും. പക്ഷേ ശരത് പവാറിൻ്റെ പേരിനാണ് പരിഗണന കൂടുതലുള്ളത്. മാത്രമല്ല, ശരത് പവാറിൻ്റെ പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിക്കാനായിട്ട് കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശരത് പവാർ ഈ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്താൽ ആ മാർഗം വേഗത്തിലാകും എന്നും അവർ കരുതുന്നുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും. ഒപ്പം BJPയുടെ ഭാഗത്ത് നിന്ന് രൂപീകരിക്കാനായിട്ട് തയ്യാറെടുക്കുന്ന സർക്കാർ, ആ സർക്കാർ രൂപീകരണ നീക്കങ്ങളെ തടയിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഇന്ത്യ മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നിതീഷ് കുമാറിന് പ്രധാനമന്ത്രി പദം അടക്കം നൽകുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയായിരിക്കും പരിഗണിക്കുക. ഏതായാലും നാടകീയമായിട്ടുള്ള നീക്കങ്ങൾ, ചടുലമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾ, ഇതൊക്കെയായിരിക്കും ഡൽഹിയിൽ നിന്ന് നടക്കുക. SK. ഓക്കെ, താങ്ക് യു. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.